അപ്പോൾ കർക്കിടക മാസമൊക്കെയാണല്ലോ അല്ലേ? കർക്കിടക മാസത്തിൽ പത്തലത്തോരനും ഇലകളും ഒക്കെ നിറയെ കഴിക്കണം എന്നാണല്ലോ. അപ്പോൾ നിറയെ കഴിക്കാനൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഒരു 5-6 മത്തൻ്റെ ഇല കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത് വെച്ചിട്ട് ഒരു താളിപ്പ് റെഡിയാക്കാം. പിന്നെ പപ്പടം ഉണക്കമീനൊക്കെ പൊരിച്ചിട്ട് അടിപൊളിയായിട്ട് ഉച്ചയ്ക്ക് ചോറുണ്ണാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മത്തൻ്റെ ഇല പിച്ചെടുക്കണമല്ലോ. അപ്പോൾ മത്തൻ്റെ ഇലയൊക്കെ ആരൊക്കെ കളഞ്ഞ് ഇല തനിച്ച് പിച്ചെടുക്കുകയാണ് കേട്ടോ. എനിക്കെന്താണെന്ന് അറിയില്ല, ഈ മത്തൻ്റെ പിച്ചുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിൻ്റെ ആരിങ്ങനെ തനിച്ചും ഇല ഇങ്ങനെ തനിച്ചെടുക്കണത് ഞാനിങ്ങനെ എന്താ പറയുക ആസ്വദിച്ച് ചെയ്യുന്ന ഒരു പണിയാണ്. പിന്നെ ഇല പറ്റ ചെറുതാക്കി പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും ഇല കർക്കിടകമായിട്ട് കിട്ടുമോയെന്നറിയില്ല. അങ്ങനെ എന്തെങ്കിലും ഇലകൾ കിട്ടിയാലും നമുക്ക് തോരനൊക്കെ വെച്ച് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തതിന് മത്തൻ്റെ ഇല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെറിയതാക്കി പിച്ചി അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ താളിപ്പാവുമ്പം പിന്നെ ചെറുള്ളി നിർബന്ധമാണല്ലോ. അതുകൊണ്ട് ചെറുള്ളി ഒരു 8-10 എടുത്ത് നന്നാക്കി വെച്ചിട്ടുണ്ട്. 2-3 വെളുത്തുള്ളിയും കൂടി നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ ചട്ടിക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ നല്ല അലുവ കഷ്ണം പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ മൂടി നിൽക്കുന്നതുകൊണ്ട് അത്യാവശ്യം തണുപ്പുണ്ടായതുകൊണ്ട് വെളിച്ചെണ്ണ ചട്ടിക്ക് ഇട്ട് കൊടുത്ത് അതൊന്ന് ഉരുക്കിയ ശേഷം പിന്നെ ചെറുള്ളിയും വെളുത്തുള്ളിയും അരിഞ്ഞ് അതും കൂടി അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എരിവിന് 2-3 പച്ചമുളകും കൂടി നടുക്ക് കീറിയിട്ട് അതും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കുകയാണ്. ഇവിടെ എൻ്റെ മക്കൾക്ക് താളിപ്പായ വേറെ ഒരു കറിയും വേണ്ട കേട്ടോ. താളിപ്പിന് അവർ വേറെ ഒന്നും കൂട്ടില്ല. അതിൻ്റെ ഇലയൊന്നും കൂട്ടിയിട്ടില്ലെങ്കിലും ഈ കഞ്ഞിവെള്ളം മാത്രം കൂട്ടിയിട്ട് അവർ അടിപൊളിയായിട്ട് ചോറ് കഴിക്കും കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ നല്ല മൂത്ത് വന്ന സമയത്ത് ഞാൻ കഞ്ഞിവെള്ളം ഒരു പഞ്ചം കാണിക്കാതെ ഇഷ്ടംപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ മക്കൾ നല്ലോണം മുക്കി ഒഴിച്ച് ചോറ് കഴിക്കും. അതുകൊണ്ട് കഞ്ഞിവെള്ളം നല്ല ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം വെട്ടി തിളക്കുന്ന സമയത്ത് നമ്മൾ പിച്ചി വെച്ച മത്തൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മത്തൻ്റെ ഇല മുരിങ്ങൻ്റെ ഇലയും ചീരൻ്റെ ഇലയും പോലെ ഒറ്റ തിളക്കൊന്നും വേവില്ല കേട്ടോ. മത്തൻ്റെ ഇലക്ക് പോത്തിൻ്റെ വേവാണെന്നാണ് പറയണേ. അതുകൊണ്ട് ഞാൻ നല്ലോണം തിളപ്പിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മത്തൻ്റെ ഇല താളിക്കുമ്പോൾ അതേപോലെ തന്നെ 2 വെളുത്തുള്ളിയും കൂടി ഇട്ടാൽ ആ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ മത്തൻ്റെ ഇല താളിപ്പ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്.